സ്വാഗതം. നമ്മൾ കുറേ വീഡിയോസിൽ നമ്മൾ കാണുന്നുണ്ട് ഒരേ സാരിയിലും ഒരേ ഡിസൈനിങ് ചെയ്ത് പല പല ഫംഗ്ഷന് വേണ്ടി ഉടുക്കാനോ അല്ലെങ്കിൽ ഡെയിലി വെയറിന് വേണ്ടിയിട്ടുള്ള സാരീസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇത് ഒരേ വെറൈറ്റീസ് ഓഫ് മെറ്റീരിയൽസ് ആണ്. പലരും ചോദിക്കുന്ന ഫങ്ഷൻ ഓറിയൻറ്റഡ് സാരീസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഫങ്ഷൻ ഓറിയൻറ്റഡിൽ ചിലവർക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വേണം, അതിൻ്റെ അകത്ത് എന്ത് വർക്ക് ചെയ്താലായിരിക്കും നല്ലത് എന്നൊന്നും കസ്റ്റമേഴ്സിന് ഇത്ര ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം, ഹെവി വർക്ക് വേണം, അത് ഏത് മെറ്റീരിയലിൽ എന്ത് വർക്ക് ചെയ്താലാണ് നല്ലത് എന്ന് ചിലവർക്ക് അറിയത്തുണ്ടാവില്ല. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മെറ്റീരിയലും അതിൻ്റെ അകത്ത് എന്ത് വർക്ക് ചെയ്താലായിരിക്കും കൂടുതൽ ഭംഗി വരുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം ആദ്യം തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ടിരിക്കുന്നതാണ് ഓർഗൻസ സാരി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാഞ്ചീപുരം സിൽക്കോ അല്ലെങ്കിൽ സിൽക്ക് സാരീസ് വരുന്നത്. ഇപ്പോഴത്തെ എല്ലാ ഫങ്ഷൻസിനും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എടുക്കുന്നത് ഓർഗൻസ മെറ്റീരിയലിൽ ഒന്നെങ്കിൽ കട്ട് വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഷാഡോ വർക്ക്, അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ്, ഹാൻഡ് പെയിൻ്റ് ആണ്. ഈ ഓർഗൻസ സാരി എല്ലാവർക്കും താല്പര്യം കൂടാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, ഉടുക്കാനും നല്ല സുഖമാണ്. വൺ ലെയർ ആയിട്ട് ഇടുവാണെങ്കിൽ നല്ലതായിട്ട് ഫ്ലോയി ആയിട്ട് കിടന്നോളും, നല്ല ഭംഗിയിൽ ഇരുന്നോളും. അതിൻ്റെ വെറൈറ്റീസ് ഓഫ് കളേഴ്സ് നമുക്ക് എന്ന് വെച്ചാൽ പ്ലെയിൻ മെറ്റീരിയൽ ആയിട്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ ഓഫ് വൈറ്റ് ആയിട്ടായിരിക്കും മെറ്റീരിയൽ കിട്ടുന്നത്. അത് നമുക്ക് ഡൈ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും പറഞ്ഞാൽ ഡൈ ചെയ്ത് തരാൻ ഓരോ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാഞ്ചീപുരം സിൽക്ക് സാരീസൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ ഒരു മെറ്റീരിയലിൽ പറയുവാണെങ്കിൽ മിക്ക എടുത്തും അത് ഡൈ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സാമൺ പിങ്ക് കളർ ഓർഗൻസ സാരി കാണാം. അതിൻ്റെ അകത്ത് ഞാൻ എംബ്രോയിഡറി ചെയ്തേക്കുന്ന ഒരു സാരിയാണ്. ഇതാണ് അതിൻ്റെ കളർ വരുന്നത്. താമര മുട്ടിൻ്റെയൊക്കെ ലൈറ്റ് പിങ്ക് എന്ന് പറയത്തില്ല, ആ ഒരു കളറാണ് ഈ സാരിക്ക്. ഈ സാരിയിൽ നമ്മൾ ഫുള്ളും ഷാഡോ വർക്കാണ്. ഇത് ഇച്ചിരി ഒരു ഫങ്ഷൻ ഓറിയൻറ്റഡ് രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഇതിൻ്റെ അകത്ത് ബോർഡറിൽ, ഈ ഒരു സാരിയുടെ ബോർഡറിൽ കുഞ്ഞൊരു ജെറി വർക്ക് വരുന്നുണ്ട്. ഒരു ലൈൻ പോലെ ഒരു ഗോൾഡൻ ജെറി വരുന്നുണ്ട് സൈഡിൽ കൂടെ. തീരെ തിന്നായിട്ട് നമുക്ക് എങ്ങനെ സൂം ചെയ്താലാണ് കാണാൻ പറ്റത്തുള്ളൂ, അത്ര തിന്നായിട്ടുള്ള ഒരു ലൈനാണ്, ഗോൾഡൻ ജെറിയാണ് വരുന്നത്. ഇതിൻ്റെ ഇതാണ് മുന്താണി. നമ്മുടെ മുന്താണി ഇങ്ങനെയാണ് വരുന്നത്. 3 ഫ്ലവറാണ് ചെയ്തിരിക്കുന്നത്, ഷാഡോ വർക്കാണ്. ഇതിൻ്റെ തന്നെ ഒരു ഡാർക്കർ ഷെയ്ഡ് പിങ്കും ലൈറ്റ് കളർ ഒരു ഗ്രീനും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. ലീവ്സും സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ലേസി ഡേസിയാണ് തയ്ച്ചിരിക്കുന്നത്. ഫ്ലവർ മാത്രമാണ് ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഷാഡോ വർക്കിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇങ്ങനെയാണ് അത് നല്ല എന്ന് വെച്ചാൽ ഓരോ പെറ്റലും കഴിഞ്ഞിട്ട് ഇത് വലിച്ചേക്കുന്നത് കാണാണ്ടിരിക്കാൻ വേണ്ടി ഇതിൻ്റെ താഴത്തെ കൂടെ തന്നെ നമ്മൾ നൂലെടുത്തിട്ടാണ് ഇപ്പുറത്തെ പെറ്റലിലോട്ട് പോയിരിക്കുന്നത്. അപ്പം അതുപോലെ കെയർഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിൻ്റെ മുന്താണിയിൽ പിന്നെ മേളിലോട്ടും ചെസ്റ്റിൻ്റെ അവിടെയൊക്കെ ഫ്രണ്ടിൽ ചെസ്റ്റിൽ ഞെറിഞ്ഞുടുക്കുക അല്ലെങ്കിൽ അഴിച്ചിട്ടാലും കാണാനായിട്ട് സ്കാറ്റർ ചെയ്ത് ഈ സിംഗിൾ ഫ്ലവേഴ്സ് ഫുള്ളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാരിയുടെ 2 ബോർഡറിലും ഇതുവരെ വർക്ക് വരുന്നുണ്ട്. ഈ സൈഡിലും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും. ഇത് ചെസ്റ്റിൻ്റെ അവിടേക്ക് ഇതുവരെ വർക്ക് ഫുൾ ബഞ്ചായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബാക്കിലോട്ട് തിരിഞ്ഞെന്ന് വെച്ചാൽ കുത്തുന്ന അവിടം വരെ ഇതുവരെ വർക്ക് എംബ്രോയിഡറി ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്കാറ്റേർഡ് ഫ്ലവേഴ്സ് ആണെങ്കിലും ഇതുപോലെ തന്നെ സ്കാറ്റർ ചെയ്ത് ഈ വയറിൻ്റെ അവിടം വരെ പുറകോട്ട് പോണ പോർഷൻ വരെ ഇതുപോലെ സ്കാറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനിങ് ഫുൾ ബോർഡറിൽ ഒരു 7 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ഈ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. ഒരേ പാറ്റേൺ കഴിഞ്ഞിട്ടും 7 ഇഞ്ച് ഗ്യാപ്പിലാണ് ഈ അടുത്ത നെക്സ്റ്റ് പാറ്റേൺ വന്നേക്കുന്നത്. അങ്ങനെ ഇത് എംബ്രോയിഡറി ഫുള്ളായിട്ട് വന്നിട്ട് അവസാനം പ്ലീറ്റ്സ്, ബോട്ടം പ്ലീറ്റ്സിൻ്റെ അവിടെ വരുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് വരും. 10 ഇഞ്ച് ഗ്യാപ്പിലാണ് പിന്നെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതാണ് ബോട്ടം പ്ലീറ്റ്സിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് പൊസിഷനിൽ ഇതുവരെ ഫുൾ ബോഡി. അവിടെ ഈ ബോഡി പോർഷനിൽ സ്കാറ്റർ ചെയ്ത് ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് നമ്മൾ തയ്ച്ചിട്ടില്ല. ഇങ്ങനെയാണ് ഈ ഒരു സാരിയിൽ ഫുൾ എംബ്രോയിഡറി പോയിരിക്കുന്നത്. മുഴുവൻ 5.5 മീറ്റർ സാരിയിൽ ഇതുവരെ തന്നെ വർക്ക് ഇതുവരെ സ്കാറ്റർ ചെയ്ത് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഈ ഒരു ഡാർക്കർ ഷെയ്ഡ് അല്ലെങ്കിൽ ഈ സെയിം കളർ തന്നെ ബ്ലൗസ് പീസ്, നെറ്റ് പീസ് ആയിട്ടൊക്കെ നമുക്ക് ഹൈനെക്ക് ആയിട്ട് തയ്ക്കുകയോ ബോട്ട് നെക്ക് വല്ലതും തയ്ച്ചിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇവിടെ വെക്കുക, എന്നിട്ട് ഇവിടെ മാത്രം ലൈനിങ് ഇട്ട് തയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു എലഗൻറ്റ് ലുക്ക് ഫീൽ ചെയ്യും. ഒരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഉടുക്കാം.
ഇത് അങ്ങനത്തെ ഒരു സാരിയാണ് ഓർഗൻസ മെറ്റീരിയൽ. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇത് നമ്മൾ പറയുന്ന ഏത് ഷെയ്ഡും ഡൈ ചെയ്ത് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പം ഇതാണ് ഒരു സാരി. ഈ ഒരു സാരിയിൽ നമുക്ക് ഓർഗൻസ കുറച്ച് എക്സ്പെൻസീവ് ആണ്. കടയിൽ പല റേഞ്ചിലുള്ള ഓർഗൻസ സാരീസും കിട്ടും. മീറ്ററിന് 100 രൂപ മുതലുള്ള ഓർഗൻസയുണ്ട്. അത് ഭയങ്കര ഷൈനിങ് എഫക്റ്റ് ആയിരിക്കും. അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ക്വാളിറ്റി ഓർഗൻസയാണ്. ഇതൊക്കെ സിൽക്ക് ഓർഗൻസിയാണ്. ഇതിനൊക്കെ ഒരു സാരിക്ക് തന്നെ ഡൈ ചെയ്ത് കഴിയുമ്പോൾ ഡൈയിങ് ചാർജും കൂടെ എല്ലാം കൂടെ കൂട്ടിയിട്ട് വരുമ്പോൾ ഒരു 7000 റുപ്പീസ് ആവും സാരിക്ക്. പ്ലസ് എംബ്രോയിഡറി ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് യൂഷ്വലി ആപ്ലിക്യൂ വർക്ക് പൊതുവേ കുറവാണ് ചെയ്യുന്നത്, എന്നാലും ചെയ്യുന്നവരുണ്ട്. കൂടുതൽ വരുന്നത് ഫാബ്രിക് പെയിൻറ്റ്, ഹാൻഡ് പ്രിൻറ്റ് പെയിൻറ്റിങ്, ഷാഡോ വർക്ക്, കട്ട് വർക്ക്, പിന്നെ ആര്യ വർക്ക്, സീക്വൻസ് വർക്ക്, ബീഡ് വർക്ക് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണത്തിന് സാരി, ബ്രൈഡൽ സാരീസ് ഒക്കെ ഇപ്പോൾ ഓർഗൻസിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ഒരു സാരി. ഇതൊക്കെ ഹൈലി ബഡ്ജറ്റഡ് സാരീസാണ് നമ്മളിന്ന് കാണുന്നത്. അടുത്തത് വന്നിട്ട് നമ്മുടെ കാഞ്ചീപുരം സിൽക്ക് സാരീസാണ്. ഇത് കാഞ്ചീപുരം സോഫ്റ്റ് സിൽക്കാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ കാഞ്ചീപുരം സോഫ്റ്റ് സിൽക്ക്. ഇത് ഈ ഒരു സാരി ഇതിൻ്റെ അകത്തൊക്കെ സിൽക്ക് മാർക്കുള്ള സാരീസാണ്. ഈ ഒരു സാരി എന്ന് പറഞ്ഞത് പ്ലെയിൻ സാരിയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനത്തെ സാരീസ് മേടിക്കുമ്പോൾ നമ്മുടെ സൈഡ് ഓൾറെഡി കെട്ടി തന്നെയായിരിക്കും തന്നെ. പല്ലുവിൻ്റെ അവിടെ നമ്മൾ പിന്നെ ടാസിൽസ് ഫിക്സ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഇപ്പോൾ ടെസർ സിൽക്കൊക്കെ നമ്മൾ മുറിച്ച് മേടിക്കുവാണെങ്കിൽ നമ്മൾ പിന്നെ ടാസിൽസൊക്കെ കെട്ടാൻ പോകണം. ഇതാണെങ്കിൽ ഓൾറെഡി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ളത് കെട്ടി തന്നെയാണ് നമുക്ക് തരുന്നത്. അങ്ങനെ ഇത് വിത്ത് ബ്ലൗസ് പീസ് ആയിട്ടുള്ള കാഞ്ചീപുരം സോഫ്റ്റ് സിൽക്കാണ്. സോഫ്റ്റ് സിൽക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയ്റ്റ്ലെസ് ആയിരിക്കും. ഇപ്പോൾ സിൽക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഉടുക്കാൻ നല്ല സുഖമാണ്. ഉടുത്തെടുത്തിരുന്നോളും. ഒട്ടും കട്ടിയില്ല, ഭയങ്കര സോഫ്റ്റും ആയിരിക്കും. ഒട്ടും വെയ്റ്റും ഇല്ലാത്ത ഒരു സാരിയാണ്. ഇതാണ് കാഞ്ചീപുരം സോഫ്റ്റ് സിൽക്ക് വരുന്നത്. അതിൻ്റെ തന്നെ സോഫ്റ്റ് സിൽക്ക് അല്ലാണ്ട് വെറും കാഞ്ചീപുരം സാരിയാണിത്. കാഞ്ചീപുരം സിൽക്ക് സാരിയാണ്. ഇതിൻ്റെ അകത്തൊക്കെ ഇതിൻ്റെ സിൽക്ക് മാർക്ക് ഉള്ളതാണ്. അപ്പോൾ ഇത് പ്യുവർ ഗവൺമെൻറ്റിൻ്റെ പ്യുവർ ഹോൾമാർക്ക് ആയിട്ടുള്ള ഗോൾഡിൻ്റെ ഹോൾമാർക്ക് എന്ന് പറഞ്ഞ പോലെ സിൽക്കിൻ്റെ ഹോൾമാർക്ക് ആണ് ഇത് ഉള്ളത്. സിൽക്ക് ഹോൾമാർക്ക് കിട്ടുന്ന സാരിയാണ്. ഇപ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതിൻ്റെ അകത്ത് ഫേക്ക് മിക്സ് ഒന്നും ഉണ്ടാവത്തില്ല. ഇപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അത് ജെന്യുവൻ ആണോ എന്ന് നമുക്ക് അറിയത്തില്ല. ഇതൊക്കെ ഹോൾമാർക്ക് ആയിട്ട് വരുന്ന സാരീസാണ്. അപ്പോൾ ഇത് പ്യുവർ ആയിട്ടുള്ള സിൽക്ക് സാരീസാണ്. ഇത് സോഫ്റ്റ് സിൽക്ക് അല്ല, കാഞ്ചീപുരം ഇച്ചിരി വെയിറ്റ് ഇതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ വെയിറ്റ് കൂടിയ ഒരു സാരിയാണ് ഇത്. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് കുറച്ച് എക്സ്പെൻസീവ് സാരീസാണ്. 5000+ ആയിട്ടുള്ള സാരീസാണ് ഇതെല്ലാം വരുന്നത്. പിന്നെ വരുന്നത് പ്യുവർ മൈസൂർ സിൽക്ക് സാരിയാണ്. ഇതും മൈസൂർ സിൽക്ക് മൈസൂർ വീവിങ് സെൻറ്ററിൽ നിന്നൊക്കെ നമ്മൾ മേടിച്ചതാണിത്. ഇതിൻ്റെ അകത്തും ഇതുവരെ തന്നെ മൈസൂർ സിൽക്കിൻ്റെ ഹോൾമാർക്കാണ് അവർ അടിച്ചു തരുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി പ്രിൻറ്റ് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇത് കർണാടകയുടെ മൈസൂർ സിൽക്കാണ്. അപ്പം അവരുടെ ഹോൾമാർക്ക് ഇത് ചെയ്തേക്കുന്നതാണ്. അപ്പം ഇതും എവിടെ പോയാലും അതിൻ്റെ ക്വാളിറ്റി കാണിക്കുന്നതാണ് ഈ ഹോൾമാർക്ക്. അത് അവർ തന്നെ പറയും, അത് കണ്ടിച്ച് കളയരുത്, അതിൻ്റെ ക്വാളിറ്റി കാണിക്കുന്നതാണ്. ഇത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഭയങ്കര സ്മൂത്ത്, ഉടുക്കാൻ നല്ല സുഖം. നമ്മുടെ ജോർജറ്റ് പുറത്ത് ഇങ്ങനെ ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ മെറ്റീരിയലിലൊക്കെ നല്ല ഹൈലി ബഡ്ജറ്റഡ് എംബ്രോയിഡറി ചെയ്യും. അപ്പോൾ സാറ്റിൻ സ്റ്റിച്ച്, സിൽക്ക് ത്രെഡൊക്കെ വെച്ചിട്ട് സാറ്റിൻ സ്റ്റിച്ച്, കച്ച് വർക്ക് അല്ലെങ്കിൽ കട്ട് വർക്ക്, ഇതൊക്കെ ചെയ്താൽ വളരെ നമുക്കൊരു ഫങ്ഷനൊരു നല്ലൊരു ഹെവി ലുക്ക് കിട്ടും. ഫങ്ഷനൊക്കെ ഉടുക്കാനായിട്ട് നല്ല പറ്റിയൊരു സാരീസാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ സാരീസ്. പക്ഷേ ഇതിനൊക്കെ റേറ്റ് വരുമ്പോൾ ഇച്ചിരി ഹൈലി ബഡ്ജറ്റഡ് സാരീസാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ അത് വർക്കും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോൾ റേറ്റ് വരുമ്പോൾ കുറച്ച് അധികം വരും. എന്ന് വെച്ചാൽ 15+ ആ ഒരു റേഞ്ചിൽ വരുന്ന സാരീസാണ്. എന്ന് വെച്ചാൽ സാരി കോസ്റ്റ് തന്നെ എല്ലാത്തിൻ്റെയും സിൽക്കാണെങ്കിൽ 5000+ വരും. ഈ മൈസൂർ സിൽക്ക് ആണെങ്കിൽ 10,000+ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇത് സിൽക്ക് സാരി ഇപ്പോൾ മൈസൂർ സിൽക്കിൻ്റെ ജെറി ഉള്ളതുകൊണ്ട് ഇതിപ്പോൾ ജെറി ഇല്ലാത്തതാണ്. ജെറി ഉള്ളതൊക്കെ ആണെങ്കിൽ ഇനിയും വില കൂടും. ആ ഗോൾഡൻ ജെറി വരുമ്പോൾ റേറ്റ് 16+ ഒക്കെയാണ് സാരിക്ക് തന്നെ വരുന്നത്. പിന്നെ എംബ്രോയിഡറി ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയൽസിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് പറഞ്ഞാൽ മതി ഏത് കളറാണ് വേണ്ടത്.
അതിൻ്റെ റിക്വയർമെൻറ്റ് എന്താ എന്നൊക്കെയുള്ളത് പറഞ്ഞ് അതുപോലെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.